ബ്ലഡ് റിലേഷൻ നോട്ട് ഈക്വൽ ടു കേപ്പബിലിറ്റി. നമ്മുടെ പല സ്ഥാപനങ്ങളിലും പല രീതികളിലെ മാർക്കറ്റിംഗ് ടീമുകളുടെ ഇടയിലും നമ്മൾ ഒരു കഴിവില്ലാത്ത ആൾക്കാർ വലിയ വലിയ പൊസിഷനിലേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടിരുത്തുന്നത് കാണാം. അച്ഛൻ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്, അദ്ദേഹം കൊണ്ടുവന്ന ബിസിനസ്സാണ്. അച്ഛൻ നേരെ മകനെ പിടിച്ച് CEO ആക്കി മാറ്റുന്നത് കാണാം. ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അളിയൻ, ഇല്ലെങ്കിൽ മച്ചമ്പി, ഇങ്ങനെ ബന്ധങ്ങളിലൂടെ ബ്ലഡ് റിലേഷൻ നോക്കിയിട്ട് ഈ ഓരോ പൊസിഷൻ കൊടുക്കുന്നത് കാണാം. ഇത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ആ സ്ഥാപനത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. കാരണം ഇവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന് കയറുന്ന സമയത്ത് അവരെടുക്കുന്ന പല ഡിസിഷനും ആ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഒരു പൊസിഷൻ കൊടുക്കാൻ പാടില്ല. അവർ ആ ഓരോരോ ലാഡറിലൂടെ കയറി ആ പൊസിഷനിലേക്ക് കയറുന്ന സമയത്ത് ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവ് ആർജിച്ച് വരും. ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ കഴിവുണ്ടായിരിക്കുന്നതല്ല. പല വ്യക്തികൾക്കും ഇത്തരത്തിൽ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ബ്ലഡ് റിലേഷൻ നോക്കിയിട്ടായിരിക്കാൻ പാടില്ല പൊസിഷൻ തീരുമാനിക്കുക. പലപ്പോഴും CEO ആയിട്ടൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ബിസിനസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് മകനെ ആ ഡയറക്റ്റ് പോസ്റ്റിലേക്ക് ഇരുത്തും. അവരെടുക്കുന്ന ഡിസിഷൻ പലതും അബദ്ധങ്ങളായിരിക്കും. ആ അബദ്ധത്തിലൂടെ ആ സ്ഥാപനം തന്നെ നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിങ്ങിലും. നമ്മൾ ലീഡർഷിപ്പ് ലെവലിലൊക്കെ കഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് അവിടെ കപ്പാസിറ്റി ഇല്ലാത്ത ഏതൊക്കെ ഒരു വ്യക്തിയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആ മൊത്തം ടീമിന് ലോസ് ഉണ്ടാക്കും. അതുകൊണ്ട് കപ്പാസിറ്റി നോക്കി ചെയ്യുക, ബ്ലഡ് റിലേഷൻ നോക്കി ഒരിക്കലും വെക്കരുത്. എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു.